ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 6 ചെമ്പരത്തിപ്പൂവ്, നാടൻ ചെമ്പരത്തിപ്പൂവാണിത്, അതാണ് എടുക്കേണ്ടത്. നാടൻ ചെമ്പരത്തി 5 ഇതളുള്ളത് അത് എടുത്തിട്ടുണ്ട്, നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതൾ മാത്രം നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം, ഈ ചെമ്പരത്തി പൂവിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ അതിൻ്റെ കളർ തന്നെ ഭയങ്കര ഒരു മാറ്റമാണ് ഉണ്ടാവുക. നല്ലൊരു കളറായിട്ടുണ്ട് ഇപ്പോൾ ഈ വെള്ളത്തിന്. അപ്പോൾ ചെറുനാരങ്ങ നീര് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടാവുന്നതേ ഉള്ളൂ. എനിക്കിത് കറക്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ചെമ്പരത്തിയുടെ വെള്ളം ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ച് ഇത് മധുരം കൂട്ടി കൊടുക്കാം. അപ്പോൾ മധുരം കുറച്ച് ഇത് മുന്നിട്ട് നിൽക്കണം. നമ്മളിപ്പോൾ ഇതൊരു സിറപ്പിൻ്റെ രൂപത്തിലാണ് ആക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സിറപ്പിൻ്റെ പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതുവരേക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് സിറപ്പായതുകൊണ്ട് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങ നീര് ഇനി ഞാൻ ചേർത്ത് കൊടുക്കണില്ല, എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് സിറപ്പിൻ്റെ രൂപത്തിലൊന്ന് വറ്റിച്ചെടുക്കാം. ഞാനിതിന് മുമ്പ് ചെമ്പരത്തി ചായയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാനിതൊരു ചെറിയ അളവിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചെമ്പരത്തി പൂവൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ തയ്യാറാക്കിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഹിബിസ്കസ് സിറപ്പ് ഇവിടെ നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വറ്റി വന്നിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ഗ്ലാസും കൂടി നമുക്കിത് വറ്റി വരാനുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്പരത്തിയുടെ സിറപ്പ് ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് മതി. ഇപ്പം നമ്മൾ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. നാച്ചുറലായിട്ടുള്ള കളറാണ് ഇതിലുള്ളത്. നല്ലൊരു കളറാണ്. ഇത് ജ്യൂസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇതേ ഒരു കളർ തന്നെയാണ് ഉണ്ടാവുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു സിറപ്പിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ. അതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ജ്യൂസ് ആക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി സിറപ്പ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഐസ് വാട്ടർ വേണ്ടെന്നുണ്ടെങ്കിൽ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹിബിസ്കസ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്